വെൽക്കം ഓൾ. ഇന്ന് നമ്മളൊരു ചിറ്റ്ചാറ്റിലാണ് ആയിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഓൺട്രപ്രണറും എന്നാൽ നല്ലൊരു പേരൻറ്റുമായിട്ടുള്ള അനിത പ്രസാദ് മാമാണ്. വെൽക്കം മാം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയുന്നൊരു കാര്യമാണ്, പേരൻറ്റിങ് ഒരു സ്ട്രഗിളാണ്. ഇന്നത്തെ പല കപ്പിൾസിനും കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഈ പേരൻറ്റിങ്ങിൻ്റെ സ്ട്രഗിൾസിനെ കുറിച്ച് ഇപ്പോൾ ഒരു അഡൽട്ടായിട്ടുള്ള മകനുള്ള ഈ മകനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള മാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ? പേരൻറ്റിങ് ഒരു സ്ട്രഗിളാണോ? പേരൻറ്റിങ് സ്ട്രഗിളാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ കുറച്ചെങ്കിലും സ്ട്രഗിൾ ഉണ്ട്. അത്ര സ്മൂത്തായ ഒരു കാര്യം പ്രോസസ് അല്ല. പക്ഷെ അത് തീർത്തും സ്ട്രഗിൾ മാത്രം നിറഞ്ഞൊരു പ്രോസസ്സും അല്ല. പേരന്റിന്റെ ആറ്റിറ്റ്യൂഡ് ഒരു പരിധി വരെ വളരെ പ്രധാനമാണ്. നമ്മൾ എന്താണോ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് അതനുസരിച്ച് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അച്ഛനും അമ്മയുമാണല്ലോ അവരെ മോൾഡ് ചെയ്യണത്. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നോ അതേ തിരിച്ചു കിട്ടുമെന്നാണ് മാം പറയുന്നത്. അത് ഒരു പരിധി വരെ ശരി, അതേപോലെ തിരിച്ചു കിട്ടും. എല്ലാം നമ്മൾ കൊടുക്കുന്നത് എവിടെയെന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതും. പിന്നെ പേരന്റിങ്ങിന്റെ ചെറിയ ഘട്ടത്തിൽ ഇപ്പം കാലഘട്ടം മാറിയതനുസരിച്ച് ഇന്നത്തെ പേരന്റിങ് കുറച്ചുകൂടി ചില കാര്യങ്ങളിൽ ഈസിയാണ്, മറ്റു പല കാര്യങ്ങളിലും സ്ട്രഗിളും. ഓക്കെ. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക. എനിക്കറിയാം മാം വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആളാണ്. അപ്പം മോനെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അതോ തനിയെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇന്ന് സ്ട്രഗിളാണെന്ന് പല പേരൻസും പറയാറുണ്ട്. അപ്പോൾ ആ കാലഘട്ടമൊക്കെ എങ്ങനെയാണ് അത് ജീവിച്ചത്? ബാംഗ്ലൂരിലായിരുന്നത് കൊണ്ട് തന്നെ മോനെ നോക്കാനൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയായിരുന്നു മോനെ നോക്കാൻ. ഞാനൊരു ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എനിക്കതൊന്നും ഒരു സ്ട്രഗിളായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ പേരന്റിങ് എൻജോയ് ചെയ്തു. ഈ ഒരു 24/7 പേരൻറ്റിങ് ഇന്ന് പല ആളുകൾക്കും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം മാം പറയുന്നു അതിനെ വളരെ സന്തോഷത്തോടുകൂടി കണ്ടു, സന്തോഷമായിട്ട് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ പേരൻസിന് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ഇന്നത്തെ പേരൻസിന് പലർക്കും പറ്റണമെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ പല പേരൻസിനും സാധിക്കുന്നില്ല. നമ്മൾ ചെറിയ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഗാഡ്ജറ്റുകളുടെ ലോകത്തേക്കാണ് അവര് പറഞ്ഞു വിടുന്നത്. ആഹാരം കഴിക്കാനായാലും അല്ലെങ്കിൽ അവരുടെ ഫ്രീ ടൈം ചെലവഴിക്കാനായാലും എല്ലാം ഗാഡ്ജറ്റിനെ ആശ്രയിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മറ്റൊരാളെ ജോലിക്ക് വെക്കുന്നുണ്ടാവും. കാരണം അച്ഛനും അമ്മയും തിരക്കിലാണ്. രണ്ടുപേരും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മാത്രമുള്ള സമയം ഉണ്ടാകില്ല. പക്ഷേ എന്താണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. തീർച്ചയായിട്ടും അച്ഛന്റെയും അമ്മയുടെയും ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കിട്ടണം. വളരെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ് മാം പറഞ്ഞത്. അച്ഛനും അമ്മയും എത്ര തിരക്കുണ്ടായാലും സ്ട്രോങ് ആവുന്നിടം വരെ അവർക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാനായാലും അവരുടെ കൂടെ കളിക്കാനായാലും എന്തിനു വേണ്ടിയാണെങ്കിലും മാതാപിതാക്കൾ തയ്യാറാവണം, അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണം. നല്ലൊരു ടിപ്പാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുള്ളവരുടെ പാരൻസ് ആയിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിലും സൈക്കോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ 1000 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സമയത്ത് പോലും നമ്മൾ ഒരു മെയ്ഡിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് കെയർ സെൻറ്ററിലേക്കൊക്കെ വിടുകയോ ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ക്വാളിറ്റി ടൈം ഏതെങ്കിലും ഒരു പേരൻ്റെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ ഒരു 6 വയസ്സ് വരെ എങ്കിലും മിനിമം നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. ഒപ്പം മാതാപിതാക്കളുടെ സ്നേഹം അറിഞ്ഞു വേണം വളരാനായിട്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലരും ക്വാളിറ്റി ടൈം ലീവൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേരൻ്റ് ആയതുകൊണ്ട് ഞാൻ പേരൻറ്റിങ് എൻജോയ് ചെയ്യാൻ വേണ്ടി അടുത്ത 3 വർഷം ലീവ് എടുക്കുകയാണ്, 5 വർഷം ലീവ് എടുക്കുകയാണ്, അല്ലെ കരിയറിൽ നിന്ന് തന്നെ മാറി നിൽക്കും. പക്ഷേ ഇവർക്ക് കുട്ടിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അമ്മമാർ ഗാഡ്ജറ്റ് അല്ല അച്ഛന്മാരായാലും ഗാഡ്ജറ്റ്
ക്വാളിറ്റിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഇന്നൊരു ഗാഡ്ജറ്റ് അഡിക്ഷൻ കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല മുതിർന്നവരുടെ ഇടയിലും പേരൻസിൻ്റെ ഇടയിലും ഒരു പ്രശ്നമാകുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ മാറി നിൽക്കുന്നത് മാത്രമല്ല, പക്ഷെ എപ്പോഴും ഒരു ക്വാളിറ്റി ടൈം കൊടുക്കണമെന്നാണ് മാം പറയുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണ്. ഇനി കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാ കാറ്റഗറിയും പരിഗണിക്കാൻ വേണ്ടിയാണ് ഓരോ സ്റ്റേജസ് ആയിട്ട് പറയുന്നത്. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പം ഈ അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെ ടീനേജിലുള്ള കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും പോലെ പല വീടുകളിലും ഭയങ്കരമായിട്ട് അവരെ അങ്ങോട്ട് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് പല പേരൻസും നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ മകൻ്റെ ഒരു അഡോളസെൻ്റ് ടീനേജ് പ്രായത്തിൽ എന്തൊക്കെ മെഷേഴ്സായിരുന്നു മാം എടുത്തത്? അഡോളസെൻ്റ് പ്രായം എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് അവരുടേതായ മാറ്റങ്ങളുടെ തുടക്കമാണ്. അത് എല്ലാ മാതാപിതാക്കൾക്കും കുറച്ച് സ്ട്രഗിൾ ഉണ്ടാക്കുന്ന സ്റ്റേജുമാണ്. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചു തുടങ്ങുന്ന ഒരു സമയം തന്നെ അകലം പാലിച്ചു തുടങ്ങുന്ന ഒരു സമയം തന്നെ അഡോളസെന്റ് ഏജ് ആണ്. അവിടെയും നമ്മൾ ഇവരുടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതി, അതുവരെയും നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന ആ കെയറും അവരുടെ പരിഗണനയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ അവരൊരു മുതിർന്ന വ്യക്തി ആവുകയാണ് എന്നുള്ള ഒരു പരിഗണനയും ഒക്കെ നമ്മൾ മാതാപിതാക്കൾ അവിടെ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ കുട്ടികളെ കേൾക്കുകയും അവരെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഞാനും പല ഘട്ടങ്ങളിലും നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും ഫേസ് ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതിജീവിച്ചു. യെസ്, അതായത് നമ്മൾ 10 വയസ്സ് കാലഘട്ടം വരെ എടുത്ത ഒരു രീതി ആയിരിക്കരുത് അഡോളസെൻ്റ് കാലഘട്ടത്തിൽ എടുക്കേണ്ടത്. അതുവരെ നമ്മളുടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരുടെ കെയർ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടൊരു ഗൈഡൻസ് എന്നുള്ളൊരു നിലയിലേക്ക് പോകണം. പഠന കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു മാം നേരത്തെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുവരെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ആ പഠനത്തിൽ ഹൈസ്കൂൾ വരെയൊക്കെ ഞാൻ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനും അവൻ പഠിക്കുന്നത് ശ്രദ്ധിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഹൈസ്കൂൾ എത്തിയപ്പോൾ അതിൻ്റെ ആവശ്യം അവന് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യം. ഞാൻ പക്ഷെ കണ്ടിട്ടുള്ളത് പല അമ്മമാർക്കും അതങ്ങോട്ട് മാറാൻ പറ്റില്ല. കാരണം ഇതുവരെ ഞാൻ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ഇനിയും ചെയ്യണോ എന്നുള്ളൊരു താല്പര്യത്തിൽ വീണ്ടും അത് ചെയ്യുകയും കുട്ടികൾക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് മാറുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ഞാൻ എൻ്റെ മകനോട് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് അവൻ എന്നോട് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ബുക്ക് തുറന്നു വെച്ചുകൊണ്ടിരുന്നാൽ അത് പഠിത്തമാകുമോ അമ്മ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബുക്ക് തുറന്നിരുന്നു കഴിഞ്ഞാൽ പഠിത്തമാകുമോ? ഇല്ലല്ലോ, എനിക്ക് പഠിക്കാൻ തോന്നുമ്പോൾ ഞാൻ പഠിക്കും. പിന്നെ പതിയെ ഞാൻ അങ്ങനെയുള്ള പഠിത്ത കാര്യങ്ങളിൽ നിന്നുള്ള ഇൻവോൾവ്മെന്റ് ഒക്കെ ഞാൻ പതിയെ കുറച്ചു. പിന്നെ നമ്മൾ അവര് കുറച്ചുകൂടി, കാരണം ആ ഒരു പ്രായത്തിൽ അവർക്ക് ഉണ്ടാകുന്ന പല മാറ്റങ്ങളും ഉണ്ടാവും, പല മാനസികമായാലും ശാരീരികമായാലും എല്ലാം. അതിന്റെ ഭാഗമായിട്ട് അവർ കാണിക്കുന്ന കുറെ കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കാനും ചില കാര്യങ്ങളെ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും, ഇത് രണ്ടും നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ പരിക്കുകളില്ലാതെ കൊണ്ടുപോകാം. അഡോളസെന്റിലും കൊണ്ടുപോകാം. ഇപ്പോൾ മാമിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, സക്സസ്ഫുൾ ആയിട്ടൊരു മകനെ വളർത്തിയെടുത്തതിൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സമയം കൊടുക്കുക, ഒരു അഡോളസെൻ്റ് ആകുമ്പോൾ അവരെ ഒരു വ്യക്തിയായിട്ട് കാണാനും ഒരു ഗൈഡൻസ് മാത്രം കൊടുത്ത് മുന്നോട്ട് പോകാനും. ഇപ്പോൾ നമ്മളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നൊരു കാലമാണല്ലോ മാം. റിസൾട്ടുകൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള റിസൾട്ടുകൾ കിട്ടാറില്ല, അല്ല കിട്ടിയാൽ തന്നെ മാർക്ക് മീൻസ് അവർ ആഗ്രഹിച്ച രീതിയിൽ ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ട്രഗിളുകളൊക്കെ പിന്നെ പലപ്പോഴും നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് വരും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പേരൻസും കുട്ടികളും തമ്മിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു, ചില കോഴ്സുകളിലേക്ക് കൊണ്ട് ചേർക്കുന്നു, അത് ഫിനിഷ് ചെയ്യാതെ തിരിച്ചു വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രഗിൾസും കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എപ്പോഴും എല്ലാ വിജയങ്ങളും ഒരു മാതാപിതാക്കളെയും തൃപ്തിപ്പെടുത്താറില്ലല്ലോ. എപ്പോഴും മാതാപിതാക്കളുടെ എക്സ്പെക്ടേഷൻ കുറച്ചുകൂടി ഉയർന്നിരിക്കും, എസ്പെഷ്യലി മലയാളികളുടെ. തീർച്ചയായും അങ്ങനെയായിരിക്കും. പിന്നെ നമ്മുടെ മോൻ പൊതുവെ പണ്ട് തൊട്ടേ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ ഒന്നുകിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ അതിക്കും മേലെ ആവണം എന്ന് ഏതോ ഒരു മാതാപിതാക്കളെ പോലെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊന്നും എൻ്റെ മകൻ അതിലൊന്നും എൻ്റെ ആഗ്രഹങ്ങളൊന്നുമല്ല അവൻ്റെ ആഗ്രഹങ്ങളെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിൽ നിന്ന്
ആ പോയിന്റ് ഒരു വേദന ഉണ്ടാക്കുന്ന പോയിന്റ് വേദനയൊന്നും തോന്നിയില്ല. കാരണം ഏത് പൊസിഷനിലായാലും അവര് നന്നായിട്ട് നല്ലൊരു പൊസിഷനിലെത്തി നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ എന്റെ കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു, ഇന്നതാകണം എന്നുള്ളതിലല്ല, ഏത് പ്രൊഫഷനിലായാലും അവർ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ള ഒരു ഒരു തോട്ട് പ്രോസസ്സായിരുന്നു. അതായിരുന്നു എനിക്കുള്ളത്. പിന്നെ എന്താ പരീക്ഷയുടെ സമയത്തും റിസൾട്ടിന്റെ സമയത്തും ഒന്നും ഒരു പരിധിക്കപ്പുറം ഒന്നും ടെൻഷനൊന്നും ഞങ്ങൾക്ക് ആർക്കും, എനിക്കും ഉണ്ടായിരുന്നില്ല, മകനും ഉണ്ടായിരുന്നില്ല. വളരെ കൂളായിട്ടുള്ള ഒരു എക്സാം ടൈമും റിസൾട്ട് ടൈമും ഒക്കെ ആയിരുന്നു. എക്സാമിന്റെ ടൈമിൽ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവുകയും അങ്ങനെയൊക്കെയുള്ള റിലാക്സേഷൻ എടുത്തിരുന്നു. എക്സാം ആണെന്നും പറഞ്ഞിട്ട് കേബിളും കട്ട് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയാസും അന്നില്ല, അന്ന് കേബിളിന്റെ കാലമായിരുന്നു. പക്ഷെ കേബിൾ കട്ടിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര മണി വരെ ഇരുന്ന് പഠിക്കണം അങ്ങനെയുള്ള പാറ്റേൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഇഷ്ടത്തിന് അവൻ കൂടുതൽ ആളുടെ തീരുമാനങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിരുന്നു പ്രായത്തിന് ശേഷം, അതായത് ഹൈസ്കൂൾ കാലഘട്ടത്തിന് ശേഷം അതിൽ സക്സസ്ഫുൾ ആയെന്ന് പൂർണ്ണമായിട്ടും പറയാം. അവൻ സക്സസ്ഫുൾ ആയിരുന്നു. കാരണം അവൻ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു പ്രൊഫഷണൽ കോളേജിൽ നിന്ന് അവന്റെ അവൻ IIM-ലാണ് MBA ചെയ്തത്. അവിടുന്ന് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ഒരു MNC-യിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ പൂർണ്ണമായും സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേരൻറ്റിങ്ങിൽ സ്ട്രിക്റ്റ് റൂൾസും സ്ട്രിക്റ്റ് ലോസും അല്ല വേണ്ടുന്നത്. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് അവരെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു മനസ്സ് വേണമെന്നാണ് മാം പറയുന്നത്. തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് ആവേണ്ടിടത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആവണം, ഒരു പ്രായം വരെ നമ്മൾക്ക് അവരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് സ്നേഹം കൊടുത്തുകൊണ്ടായിരിക്കണം. എന്തിന്റെയും ബേസ് സ്നേഹമായിരിക്കണം. കണക്ഷനേക്കാളും കൂടുതലായിട്ട് വേണ്ടുന്നത് ഒരു കണക്ഷൻ. ആ ഒരു കണക്ഷൻ കൊടുത്ത് ഒരു പ്രായം വരെ നമുക്ക് അവരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷം നമ്മൾ അവരെ ഒരു വ്യക്തിയായി കണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടായി കാണാനൊന്നും പറ്റില്ലെങ്കിലും അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ അവരും ഒരു വ്യക്തിയാണെന്നും ആഗ്രഹങ്ങളും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ അന്നേരം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മാറ്റാം. തീർച്ചയായും അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് നമ്മൾ എല്ലാ കാര്യങ്ങളും, അവര് കുട്ടികളാകുമ്പോൾ അവർക്ക് എല്ലാത്തിനെ കുറിച്ച് അറിവുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ അറിവുകൾ പൂർണ്ണമായും ശരിയാകണമെന്നില്ല. അപ്പം അവിടെ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് തെറ്റുകൾ തിരുത്തി സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതിന് പറ്റണമെങ്കിൽ ഏറ്റവും, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബേസിൽ നിന്ന് തന്നെ അത് നമ്മൾ തുടങ്ങണം. ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ പറയുന്ന പോലെ കതിരെ കൊണ്ടുപോയി വളം വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇപ്പം മുമ്പേ പലപ്പോഴും പേരൻസ് ലീവ് എടുക്കുന്നതിനെ കുറിച്ച് 3 months 4 months 3 ലീവ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല പേരൻസും ഈ 10th എക്സാം ആകുമ്പോഴും 12th എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് 1 month 2 months ഒക്കെ ലീവ് എടുത്ത് അപ്പോഴും മാത്രം ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കെയർ ചെയ്യുന്നതും. ആക്ച്വലി അതുവരെ കുട്ടികൾക്ക് അതൊരു ശീലമില്ലാത്ത കാര്യമാണ്. പേരൻസ് കൂടെ ഇരുന്നിട്ട് പല വീടുകളിലും അതുവരെ അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ലീവ് എടുത്തിരുന്നിട്ട് പടി എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകിന് നടക്കുമ്പോൾ അത് ആക്ച്വലി അവർക്ക് ഒരു കൂടുതൽ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ പേരന്റിങ്ങില് അപ്പൊ മാമിന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഒന്നും ഓൾ ഓഫ് എ സഡൻ പുതുതായിട്ട് തുടങ്ങാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ബേസ് ഇട്ട് തുടങ്ങി അതിൽ നിന്നുള്ള ഒരു ബിൽഡിംഗ് അപ്പ് മാത്രമാണ് പിന്നീടുള്ള പേരന്റിംഗ് എന്നാണ് പറയുന്നത്. അതായിരിക്കും സക്സസ്ഫുള്ളി വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നമ്മളുടെ ചിറ്റ്ചാറ്റിൽ നമ്മുടെ കൂടെ ആയിരുന്നത് അനിത മാം ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടും നമുക്ക് ഉത്തരങ്ങൾ തരികയും നമ്മുടെ ചാറ്റിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത മാമിനോടുള്ള എല്ലാ നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.